ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നതോടെ എല്ലാ മേഖലകളിലും പുരോഗതിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും പാവപ്പെട്ട ലോട്ടറി വിൽപ്പനക്കാരന്റെ ഗതി ഇതോടെ അവതാളത്തിലായിരിക്കുകയാണ്. ഏകീകൃത നികുതി ഘടന ലോട്ടറി മേഖലയെ ആകം താളം തെറ്റിച്ചിരിക്കുന്നു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. മിഠായി തെരുവ് നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. കളക്ടർ UV ജോസ് സ്ഥലം സന്ദർശിച്ചു. യാത്രക്കാർക്ക് ആശ്വാസം. മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിന് ഫറോക്കിൽ സ്ഥിരമായി സ്റ്റോപ്പ് അനുവദിച്ചു. GSTയുടെ മറവിൽ ലോട്ടറി വിൽപ്പനക്കാരുടെ കമ്മീഷൻ വെട്ടിക്കുറച്ചു. ഏജന്റുമാരും ചില്ലറ വിൽപ്പനക്കാരും പ്രക്ഷോഭത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. മിഠായി തെരുവ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരണ ഘട്ടത്തിൽ. അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും മുൻനിർത്തി പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. കളക്ടർ UV ജോസ് സ്ഥലം സന്ദർശിച്ചു. മിഠായി തെരുവ് നവീകരണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഓണത്തിന് മുൻപ് തന്നെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പുതിയൊരു മിഠായി തെരുവ് ജനങ്ങൾക്ക് വിട്ടു നൽകും. ഈ സാഹചര്യത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾക്കിടെ കളക്ടർ UV ജോസ് സ്ഥലം സന്ദർശിച്ചത്. ഉദ്ഘാടന സംബന്ധമായ കാര്യങ്ങൾ മന്ത്രിമാരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും ഏകദേശം 4 കോടി രൂപയോളം ചെലവ് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഫുട്പാത്ത് എന്ന് പറയുന്നത് വേറൊരു കളറിലും മറ്റ് വേറൊരു സൈസുമാണ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചറിയും. ലെവൽ ഡിഫറൻസ് കൊടുക്കുന്നില്ല. കാരണം നമുക്ക് മൊത്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ലെവൽ ഡിഫറൻസ് കൊടുക്കുന്നില്ല. ലെവൽ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് പല സ്ഥലത്തും നമുക്ക് വീതിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരേ ലെവലിലായിരിക്കും പോകുന്നത്. പക്ഷേ അതിന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള മാർഗം ഉണ്ടാവും. 2, ഈ ഫുട്പാത്തിലൂടെ ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാർക്കൊക്കെ പോകാൻ വേണ്ടി നമുക്ക് വീൽ ചെയറൊക്കെ കൊണ്ടുപോകാനും അതുപോലെ ബാഗുകൾ വലിച്ചുകൊണ്ടൊക്കെ പോകാനുള്ള രീതിയിൽ സ്മൂത്തായിട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ സെൻറ്ററിൽ റഫായിട്ടാണെങ്കിൽ സൈഡിൽ സ്മൂത്തായിട്ടായിരിക്കും. അതുകൊണ്ടാണ് വലിയ സ്ലാബ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കഴിഞ്ഞ മീറ്റിംഗ് വന്നപ്പോൾ ഒരു പ്രധാന പ്രശ്നം വന്നത് ഇവിടെ ടോയ്ലറ്റ് ഇല്ല എന്നുള്ളതാണ്. ഞാൻ അതുകൂടെയാണ് വന്നത്. ടോയ്ലറ്റിന് ഒരു സ്ഥലം കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗവൺമെൻറ് സ്ഥലം ചെറിയൊരു പീസ് ഉണ്ടെന്ന് അറിയുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ടോയ്ലറ്റോടെ പണിയും. പക്ഷേ അത് നമുക്ക് ഇനാഗുറേഷൻ മുമ്പ് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനാഗുറേഷൻ്റെ ഡേറ്റ് MLA ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് മന്ത്രിയായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമേ തീരുമാനിക്കുന്നുള്ളൂ. ഓണത്തിന് മുമ്പ് ഏതായാലും ഈ നമ്മുടെ പോസ്റ്റുകൾ മാറ്റുകയും ഇതിൻ്റെ കല്ലിടുന്ന കോബിൾ സ്റ്റോണിൻ്റെ ആ വർക്കൊക്കെ തീർത്ത് നമുക്ക് ആൾക്കാർക്ക് കംപ്ലീറ്റ് ഉപയോഗിക്കാനുള്ള രീതിയിലാകും. ഇലക്ട്രിക് പോസ്റ്റ് നമ്മുടെ ഇത് വരാനുണ്ട്, വഴിവിളക്കുകളുടെ വരാനുണ്ട്. അതൊരു പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനോടെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ടെൻഡർ ആയിക്കഴിഞ്ഞു. അതും ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ കുറച്ചുകൂടെ സമയം എടുക്കുമായിരിക്കും. പക്ഷെ അത് നമ്മുടെ ഒറിജിനൽ പ്ലാനിലുള്ളതല്ല, രണ്ടാമത് ചെയ്യുന്നതാണ്. എന്തായാലും ഓണത്തിന് മുമ്പ് നമുക്ക് ഇത് തുറന്നു കൊടുക്കാൻ പറ്റും. ഭിന്നശേഷിക്കാർക്കും മറ്റും ഏറെ സഹായപ്രദമായ മാതൃകയിലാണ് നടപ്പാത ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂം സൗകര്യവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാം സജ്ജമായൊരു മിഠായിത്തെരുവ് ദിവസങ്ങൾക്കകം യാഥാർത്ഥ്യമാവും. എല്ലാ തരത്തിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തി തന്നെയാണ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. വയറിംഗും ജലവിതരണവുമെല്ലാം ഭൂഗർഭ സംവിധാനം വഴി പ്രാവർത്തികമാക്കുന്നതോടെ പെട്ടെന്നുണ്ടാവുന്ന തീപിടുത്തങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. യാത്രക്കാർക്ക് ആശ്വാസമേകി മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിന് ഫറോക്കിൽ സ്റ്റോപ്പ് അനുവദിച്ചു. നേരത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഫറോക്കിൽ ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിച്ചിരുന്നു. ജനപ്രതിനിധികളുടെയും യാത്രക്കാരുടെയും നിരന്തര സമ്മർദ്ദത്തെ തുടർന്നാണ് സ്ഥിരം സ്റ്റോപ്പ് ആയത്.
മാവേലി എക്സ്പ്രസിന് ഫറൂഖിൽ വീണ്ടും സ്റ്റോപ്പ് അനുവദിച്ചു. 6 മാസം മുൻപ് പരീക്ഷണാടിസ്ഥാനത്തിൽ മാവേലിക്ക് സ്റ്റോപ്പ് ഇവിടെ അനുവദിച്ചിരുന്നു. ഈ കാലാവധി കഴിഞ്ഞ 18-ന് അവസാനിച്ചു. മുന്നറിയിപ്പില്ലാതെ വണ്ടിയുടെ സ്റ്റോപ്പ് നിർത്തലാക്കിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കിയിരുന്നു. കണ്ണൂർ കാസർഗോഡ് ഭാഗത്തു നിന്നും കരിപ്പൂർ എയർപോർട്ടിലേക്ക് വരുന്ന യാത്രക്കാർക്ക് ഏറെ ഗുണകരമായിരുന്നു ഫറൂഖിലെ സ്റ്റോപ്പ്. പാസഞ്ചേഴ്സ് അസോസിയേഷനും കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് എംപിമാരും റെയിൽവേയിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായാണ് ട്രെയിനിന് സ്റ്റോപ്പ് വീണ്ടും അനുവദിച്ചത്. 16,603 നമ്പർ മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസ് ആണ് ഇനി മുതൽ ഫറൂഖിൽ നിർത്തുക. രാത്രി 10:08 ഈ വണ്ടി ഫറൂഖിൽ എത്തുക. ഈ തീരുമാനത്തിൽ ഏറെ സന്തുഷ്ടരാണ് ഇവിടുത്തെ യാത്രക്കാർ. അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിൽ നിന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് മാവേലി. ഈ മാവേലിക്ക് വന്നപ്പോൾ ഒരു ഉറക്കം വരുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോട് നിന്ന് ബസ് പോന്നു കഴിഞ്ഞാൽ ആശ്രയിക്കാവുന്ന ഒരു വണ്ടിയായിരുന്നു മാവേലി. ഇത് ഇടക്കാലത്ത് നിർത്തിയപ്പോൾ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. ആളുകൾ അറിഞ്ഞു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പോഴത്തേക്ക് അറിഞ്ഞു വരുമ്പോഴത്തേക്ക് അതിന് ഒരു താൽക്കാലിക ഒരു സ്റ്റോപ്പ് നിർത്തലാക്കിയത് വളരെയധികം വിഷമമുണ്ടായി. അപ്പോൾ വീണ്ടും അത് ഇന്ന് പുനഃസ്ഥാപിച്ചപ്പോൾ തന്നെ ആളുകൾ കുണ്ടോട്ടിയിലേക്കും അതുപോലെ തന്നെ കരിപ്പൂരിലേക്കും മറ്റ് വിദൂര സ്ഥലങ്ങളിലേക്കുള്ള ആളുകൾ ഒരുപാട് ഇവിടെ ഇറങ്ങിയതിൽ പാസഞ്ചേഴ്സിൻ്റെ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാംസ്കാരിക സംഘടനകളും റെസിഡൻസിയുടെ എല്ലാം ഒരു ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു കൈകോർക്കലിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ മാവേലിക്ക് വീണ്ടും ഇവിടെ സ്റ്റോപ്പ് കിട്ടുവാൻ സാധിച്ചത്. അത് ഈ ഒരു സഹായ സഹകരണം ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. റെയിൽവേ പാസഞ്ചർ അസോസിയേഷൻ നേരത്തെ ഒന്നുകിൽ കോഴിക്കോട് വരും, അല്ലെങ്കിൽ ഇവിടെ വണ്ടി ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരും. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്നു. വളരെ ഹാപ്പിയാണ്, വളരെ ഉപകാരമാണ്. വൈകി വരുന്നവർക്ക് ഇത് വളരെ ഉപകാരമാണ്. എയർപോർട്ടിലേക്ക് പോകാനും അതേപോലെ വീട്ടിലേക്ക് യാത്ര ചെയ്യാനും എല്ലാത്തിനും. ഫറൂഖിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് 17 കിലോമീറ്ററാണ് ഉള്ളത്. 2017 ജനുവരി 17 മുതൽ 6 മാസത്തേക്കാണ് ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ സ്റ്റോപ്പ് അനുവദിച്ചിരുന്നത്. ട്രെയിനിന് വീണ്ടും ഫറൂഖിൽ സ്റ്റോപ്പ് അനുവദിച്ച തീരുമാനത്തെ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുകയാണ് യാത്രക്കാർ. GSTയുടെ മറവിൽ ലോട്ടറി ഏജന്റുകളുടെയും ചില്ലറ വിൽപ്പനക്കാരുടെയും കമ്മീഷൻ വെട്ടിക്കുറച്ചതിനെ ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് BMS സംസ്ഥാന സെക്രട്ടറി P. ശശിധരൻ. സിവിൽ സ്റ്റേഷനിൽ ലോട്ടറി ഓഫീസ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോട്ടറി മേഖലയെ തകർക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടികൾക്കെതിരെ ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തിയ ധർണാ സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലും ധർണ സംഘടിപ്പിച്ചു. 30 രൂപ ലോട്ടറി ടിക്കറ്റിന്റെ 1ാം സമ്മാനത്തുക ഏകീകരിക്കുക, ലോട്ടറി അച്ചടി നിയന്ത്രിക്കുക, 100 മുതൽ 5000 രൂപ വരെയുള്ള സമ്മാനങ്ങളുടെ എണ്ണം 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കുക, ഓണം ബോണസ് 15,000 രൂപയാക്കുക, GSTയുടെ മറവിൽ വെട്ടിക്കുറച്ച കമ്മീഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. BMS സംസ്ഥാന സെക്രട്ടറി P. ശശിധരൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. GSTയുടെ മറവിൽ ഏജന്റിന്റെ കമ്മീഷൻ 28% നിന്നും 25%, ചില്ലറ വിൽപ്പനക്കാരന്റെ കമ്മീഷൻ 26 നിന്നും 24% വെട്ടിക്കുറച്ചതിനെ ന്യായീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ കുത്തകകളെ പ്രോത്സാഹിപ്പിക്കുന്ന തൊഴിലാളികളുടെ ജീവിതത്തെ ദുരിതത്തിലാക്കുന്ന നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഹോൾസെയിൽ ഏജൻസികൾക്ക് കൊടുത്തിരുന്ന 28% കമ്മീഷൻ അത് 25%, ചില്ലറ വിൽപ്പനക്കാർക്ക് കൊടുത്തിരുന്ന 26% കമ്മീഷൻ അത് 24% വെട്ടിക്കുറച്ചിരിക്കുകയാണ്. 3-8% കമ്മീഷൻ വെട്ടിക്കുറയ്ക്കുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല. GSTയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേരള സർക്കാർ വെട്ടിക്കുറയ്ക്കാൻ തയ്യാറായത്. GSTയിൽ കേന്ദ്ര സർക്കാരിന്റെ വരുന്ന നികുതി ബാധ്യത 12%. ആ 12% സർക്കാർ ലോട്ടറി ആയതുകൊണ്ട് 6% ഇളവ് കേന്ദ്ര സർക്കാർ തന്നെ കൊടുത്തിരിക്കുന്നു. കഴിച്ച് ബാക്കി 6% മാത്രമേ നികുതിയായിട്ട് കേരള സർക്കാർ ഇതിന് കൊടുക്കേണ്ടതുള്ളൂ. ഈ 6% നികുതി വാസ്തവം അധികമല്ല. കാരണം നേരത്തെ കേരള സർക്കാർ ഇതിന് മേലെ 14% സേവന നികുതി കൊടുത്തിരുന്നു, സർവീസ് ടാക്സ് കൊടുത്തിരുന്നു. ധർണയിൽ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് സംഘ് ജില്ലാ ജനറൽ സെക്രട്ടറി KK പ്രേമൻ അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ KP രാമകൃഷ്ണൻ, ഭാരവാഹികളായ വർഗീസ് PG, KV ചന്ദ്രൻ, PK സഹദേവൻ, OK ധർമ്മരാജ് തുടങ്ങിയവരും സംസാരിച്ചു. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളുമായി ബിയോണ്ട് വേർഡ്സ് ചിത്രപ്രദർശനം. മനസ്സിനെ നൊമ്പരപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ചിത്രപ്രദർശനം സാക്ഷാത്കാര മികവുകൊണ്ട് ജനശ്രദ്ധ നേടി.
ശാന്തവും അശാന്തവുമായ വർത്തമാനകാലത്തിനു നേരെ തുറന്നുവെക്കുന്ന ക്യാമറകൾ ചരിത്രത്തിന്റെ സാക്ഷ്യങ്ങളാണ്. ജീവിതത്തിന്റെ നിശബ്ദമായ പിടച്ചിലുകളിലും നിലവിളികളും ആഘോഷങ്ങളും സൂക്ഷ്മമായും കരുതലോടെയും ഒപ്പിയെടുക്കുമ്പോൾ ചിത്രങ്ങളും സംസാരിക്കുന്നു. വാക്കുകൾക്കപ്പുറത്ത് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന വാർത്താചിത്രങ്ങളുമായി ബിയോണ്ട് വേർഡ്സ് ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. കോഴിക്കോട്ടെ 35ഓളം പത്ര ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത്. ചിത്രങ്ങൾ അത്രയും മനസ്സിനെ പിടിച്ചു നിർത്തുന്നവയാണ്. പച്ചയായ മനുഷ്യന്റെ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളായ കണ്ടാൽ കരളലിയിക്കുന്ന ചിത്രങ്ങൾ ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു. പ്രദർശനത്തെക്കുറിച്ച് ഫോട്ടോഗ്രാഫർ കെ രാഗേഷ്. കോഴിക്കോട് പത്ര ഫോട്ടോഗ്രാഫർമാരുടെ ഒരു കൂട്ടായ്മയിലാണ്. അപ്പോൾ ഞങ്ങൾ 35ഓളം ഫോട്ടോഗ്രാഫർമാരുടെ ഫോട്ടോസുകളിൽ നല്ല പ്രതികരണമായിരുന്നു. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. ഇപ്പോഴും ആൾക്കാരൊക്കെ നല്ല വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹർത്താലായത് കാരണം ഞായറാഴ്ച ഒരു ദിവസം കൂടെ മാറ്റിയിട്ട് ഇന്നും കൂടെ കിട്ടിയപ്പോൾ നല്ല പ്രതികരണമാണ് കണ്ടുവന്നിരിക്കുന്നത്. കൂടുതലും വാർത്താചിത്രങ്ങളുള്ള തത്സമയം എന്നുള്ള പറഞ്ഞിട്ട് പേരിലുള്ള ഒരുവിധ എല്ലാ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് എടുത്ത ഒരുവിധ എല്ലാ ചിത്രങ്ങളും ഉണ്ട്. പബ്ലിഷ് ചെയ്യാത്ത ചിത്രങ്ങളുണ്ട്. ഓരോരുത്തർ 2 ഫോട്ടോ വെച്ചിട്ടാണ് വന്നത്. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ടെ ഫോട്ടോ ജേർണലിസ്റ്റ് ഫോറം സംഘടിപ്പിച്ച പ്രദർശനം ആർട്ട് ഗ്യാലറിയിൽ സമാപിച്ചു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. മർമ്മസൂത്രം ആയുർവേദ സിദ്ധ മർമ്മ വൈദ്യശാല. രോഗശമനത്തിനൊപ്പം ആരോഗ്യവും ആത്മവിശ്വാസവും. വെറും ലക്ഷണങ്ങൾ നോക്കിയല്ല, ശരീരമാസകലം വേദനയുടെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അസഹ്യനമായ പഴക്കം ചെന്ന വിട്ടുമാറാത്ത ശരീര സന്ധിവേദനകൾക്ക് ശാശ്വത പരിഹാരം. കഴുത്ത്, നട്ടെല്ല്, ഇടുപ്പ്, കൈകാൽ മുട്ടുകളിലെ വേദന, വീക്കം, എല്ല് തേയ്മാനം, മസ്തിഷ്കാഘാതം മൂലം വരുന്ന തളർച്ച, ബലക്ഷയം, നാഡിഞരമ്പ് കൊടുങ്ങൽ, മൈഗ്രെയിൻ, കലശലായ തലവേദന, നിരന്തരമുള്ള വയറുവേദന, ക്യാൻസർ മൂലമുള്ള വേദന എന്നിവയ്ക്ക് കേരളത്തിലെ ആദ്യത്തെ പെയിൻ റിലീഫ് ക്ലിനിക് മർമ്മസൂത്രം. മർമ്മമറിഞ്ഞ ചികിത്സ. പുതിയ നിരത്ത്, എലത്തൂർ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി വിളിക്കൂ 04952460 or 9895151601. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ 1 വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും 5 ലക്ഷം രൂപ വരെയുള്ള ക്യാൻസർ ചികിത്സ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ MVR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9446383311. An ideal center for higher education. വൈജ്ഞാനിക മേഖലയിൽ 2 പതിറ്റാണ്ടിന്റെ നിറസാന്നിധ്യം. അവർ കോളേജ് കുന്നമംഗലം. +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് റെഗുലർ ക്ലാസുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BA ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി ആൻഡ് BCom കോഓപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ, MA എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി, ഡിഗ്രി സൺഡേ ബാച്ചസ്. സ്കൂൾ ഗോയിങ് ട്യൂഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം. +1 +2 അക്കൗണ്ടൻസി ട്യൂഷൻ ആൻഡ് +1 +2 സയൻസ് ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിങ്. കലാരംഗത്തും കായികമേളയിലും നിറ സാന്നിധ്യം. റഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാന്തമായ പഠനാന്തരീക്ഷം. അവർ കോളേജ് കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം, കുന്നമംഗലം. ഫോൺ നമ്പർ 9846295251 0495323136. വാർത്തകൾ തുടരുന്നു. ഇതര സംസ്ഥാന ലോട്ടറിക്കെതിരെ ലോട്ടറി ഏജന്റുമാർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. GSTയുടെ മറവിൽ ഇതര സംസ്ഥാന ലോട്ടറി വിൽക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KL രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. GSTയുടെ മറവിൽ ഇതര സംസ്ഥാന ലോട്ടറി വിൽക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUCയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും കൂട്ടായ്മയും നടത്തി. ജോയിസ് പ്രസാദ് പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. MC തോമസ്, AP പീതാംബരൻ, ഷാജു പൊൻപാറ, ATV കുഞ്ഞികൃഷ്ണൻ, P ലക്ഷ്മണൻ, PP ഉണ്ണികൃഷ്ണൻ, TI ബിനോയ്, K ശശിധരൻ, ദിലീപ് എലത്തൂർ, MT പ്രേമൻ, TP ഹരിദാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു.
ഒരു വയറിന് വേണ്ടിയും സ്വന്തം കുഞ്ഞുങ്ങളെ പോറ്റുവാൻ വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി ഭവനത്തിന് വേണ്ടിയാണ് ഈ തൊഴിലെടുക്കുന്നത്. നമ്മൾ ഈ തൊഴിലെ തുരങ്കം വെക്കുന്ന രീതിയിൽ ഈ കേരള സർക്കാർ കേരള ലോട്ടറിക്ക് മാരകമായ രോഗമായ ക്യാൻസർ പോലെയുള്ള രോഗം വന്ന് സർട്ടോ മാട്ടിനെ പോലെ അന്യസംസ്ഥാന ലോട്ടറി വന്ന് മാരകമായ രോഗം പിടിപെട്ടിരിക്കുകയാണ് കേരള ലോട്ടറിക്ക്. ഈ കേരള ലോട്ടറി മാരകമായ രോഗം വന്നാൽ സാധാരണ നമ്മൾ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ ഭാഗം കരണ്ട് പിടിപ്പിച്ച് കരിച്ചു കളയുകയാണ്, അല്ലെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞ പോലെയാണ് കേരള ലോട്ടറി വിറ്റ് യുവജന മാർഗം മറക്കുന്നവരുടെ കഴുത്തിന് മേലെ കത്തി വെച്ച് ബ്ലേഡ് വെച്ചുകൊണ്ടാണ് മാട്ടിനോട് കൂടി നിൽക്കുന്ന ഈ സ്റ്റോക്കിസ്റ്റിനെ പോലെ മെയിൻ ഡീലർമാർ ചെയ്യുന്ന ഈ തരത്തിലുള്ള കൊള്ളരുതായികൾ ഞങ്ങൾക്കറിയാൻ സാധിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച കോയമ്പത്തൂര് വെച്ച് മാട്ടിനുമായി ഇവിടുത്തെ കേരളത്തിലെ 145ഓളം വരുന്ന മെയിൻ ഡീലർമാർ പോയി എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് ഈ വരുന്ന 7-ാം തീയതി കേരളത്തിൽ മാട്ടിന്റെ കേരള ലോട്ടറി വിവിധ ജില്ലകളിലെ 150-ൽ പരം CBSE, ICSE സ്കൂൾ പ്രിൻസിപ്പാൾമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സമ്മേളനം സംഘടിപ്പിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനമായ എക്സ്ട്രാ മാർക്ക് എഡ്യൂക്കേഷൻ ആണ് പരിപാടി ഒരുക്കുന്നത്. കമ്പനി എക്സ്ട്രാ മാർക്ക് CMO ഉണ്ടാവും, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ പൂനം സിംഗ്, പിന്നെ SL ജെയിൻ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ഓഫ് ദ സ്കൂൾ ഇൻ ഡൽഹി പബ്ലിക് സ്കൂൾ, പിന്നെ SN പ്രകാശ്, സൂരജ് പ്രകാശ്, വൺ ഓഫ് ദ പ്രിൻസിപ്പൽ ഇൻ ഡൽഹി. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, വയനാട്, പാലക്കാട് ജില്ലകളിലെ 150-ൽ പരം CBSE, ICSE സ്കൂൾ പ്രിൻസിപ്പൽമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് എക്സ്ട്രാ മാർക്ക് എഡ്യൂക്കേഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് വെച്ച് വിദ്യാഭ്യാസ സമ്മേളനം സംഘടിപ്പിക്കുന്നു. ആഗസ്റ്റ് 3-ന് രാവിലെ 9:30-ന് കോഴിക്കോട് റാവിസ് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ പുതിയ കാൽവെപ്പുകളെക്കുറിച്ചും ഡിജിറ്റൽ അധ്യാപന രീതികളെക്കുറിച്ചും കുട്ടികളുടെ മാറുന്ന പഠന രീതികളെക്കുറിച്ചും പ്രമുഖർ സംസാരിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നുവെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കമ്പനി എക്സ്ട്രാ മാർക്ക് CMO ഉണ്ടാവും, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ പൂനം സിംഗ്, പിന്നെ SL ജെയിൻ എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ഓഫ് ദ സ്കൂൾ ഇൻ ഡൽഹി പബ്ലിക് സ്കൂൾ, പിന്നെ SN പ്രകാശ്, സൂരജ് പ്രകാശ്, വൺ ഓഫ് ദ പ്രിൻസിപ്പൽ ഇൻ ഡൽഹി. വാക്കുകളും മൗനങ്ങളും ഫാസിസത്തിന് എതിരായ പ്രതിരോധമാകണമെന്ന് KEN കുഞ്ഞഹമ്മദ്. തനിമ കലാസാഹിത്യവേദി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ആശയത്തിനെതിരെ ആയുധം സാംസ്കാരിക പ്രതിരോധം ചർച്ചാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാക്കുകളും മൗനങ്ങളും ഫാസിസത്തിനെതിരായ പ്രതിരോധമാകണമെന്ന് KEN കുഞ്ഞഹമ്മദ്. നവഫാസിസത്തിനെതിരെ ജനങ്ങളുടെ സൗഹൃദം ഒരുക്കണമെന്നും KEN അഭിപ്രായപ്പെട്ടു. തനിമ കലാസാഹിത്യവേദി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ആശയത്തിനെതിരെ ആയുധമോ സാംസ്കാരിക പ്രതിരോധം എന്ന ചർച്ചാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KEN. ലേഖനം എഴുതിയതിന്റെ പേരിൽ ഭീഷണി നേരിടേണ്ടി വന്ന എഴുത്തുകാരൻ KP രാമനുണ്ണിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ചർച്ചാ സമ്മേളനം ആരംഭിച്ചത്. കണ്ണിനു പകരം കണ്ണ് എന്നതായിരുന്നു പ്രാകൃതമായ രീതി. വർത്തമാനകാലത്ത് അത് വാക്കിനു പകരം കണ്ണ് എന്നായി മാറിയെന്ന് KEN അഭിപ്രായപ്പെട്ടു. തല പോകുന്ന കാലത്ത് തലമുടിയെക്കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത്. സംഘപരിവാറിന്റെ ആശയത്തിലാണ് രാമനുണ്ണിക്ക് കത്തെഴുതിയത്. സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കേണ്ടത് ആർക്കാണെന്ന് വ്യക്തമാണെന്നും KEN പറഞ്ഞു. ഈ കത്തിനെ കുറിച്ച് കൃത്യം ഒന്നും പറയാനാവാത്തൊരവസ്ഥ സത്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ കത്ത് ആരെഴുതിയതായാലും അപലപിക്കപ്പെടണം എന്നത് ഒരർത്ഥത്തിലൊരു ഒഴിവുകഴിവ് പോലെ തോന്നാവുന്ന ഒരു പ്രസ്താവനയാണ്. കാരണം ഈ കത്ത് എഴുതിയത് ഇന്ന വിഭാഗമാണ്, മുസ്ലിം തീവ്രവാദികളാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ളൊരു കത്താണത്. പക്ഷേ ആ കത്ത് സംശയാസ്പദമായി തീരുന്ന പശ്ചാത്തലമുണ്ട് എന്ന് പലരും നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വധിക്കപ്പെടുമോ എന്ന ഭയത്തിന്റെ പേരിൽ എഴുത്തിന്റെ ആത്മഹത്യക്ക് താൻ തയ്യാറല്ലെന്ന് രാമനുണ്ണി പറഞ്ഞു. A. സജീവൻ, NP ചേക്കുട്ടി, PK പാറക്കടവ്, T. മുഹമ്മദ് വേളം, ബാപ്പു വാവാട്, സിദ്ദിഖ് കുറ്റിക്കാട്ടൂർ, MP മുഹമ്മദ്, അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. An ideal center for higher education. വൈജ്ഞാനിക മേഖലയിൽ 2 പതിറ്റാണ്ടിന്റെ നിറസാന്നിധ്യം. അവർ കോളേജ് കുന്നമംഗലം. +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് റെഗുലർ ക്ലാസുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BA ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്,
Sociology and BCom Cooperation and Computer, MA Economics and Sociology, Degree Sunday Batches, School Going Tuition, English and Malayalam Medium, +1 +2 Accountancy Tuition and +1 +2 Science Tuition with Entrance Coaching. കലാരംഗത്തും കായികമേളയിലും നിറ സാന്നിധ്യം. റഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാന്തമായ പഠനാന്തരീക്ഷം. അവർ കോളേജ് കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം, കുന്നമംഗലം. ഫോൺ നമ്പർ 9846295251, 0495323136. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആൻഡ് വി ഓൾ ലൈക്ഡ് ഇറ്റ്. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. വി ഓൾറെഡി ഹാവ് എ പ്ലാൻ. അമ്മേ, കല്യാണത്തിന് ഇടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ഈസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പൗരന്മാരെ ആദരിക്കും. ഓഗസ്റ്റ് 8-ന് ചക്കോരത്തുകുളം റോട്ടറി യൂത്ത് സെന്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അവരുടെ വീട് പണയം വെച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള പണം വാങ്ങിക്കുകയും അതിന്റെ പലിശ നമ്മുടെ ബാങ്കിൽ എഴുതി വെക്കുക കൊടുക്കണം. അതിനുശേഷം പിന്നീട് ഇദ്ദേഹത്തിന്റെ കാലശേഷം ഇല്ലീഗൽ ഹയേഴ്സ് ഈ വീട് വിൽക്കുമ്പോൾ ഈ ബാങ്കിൽ കൊടുക്കാനുള്ള പൈസ വെച്ച് മാത്രമേ ലീഗൽ ഹയേഴ്സിന് കിട്ടൂ എന്ന് മാത്രമേ ഉള്ളൂ. റിവേഴ്സ് നോട്ടിനെ കുറിച്ച് ജനങ്ങൾക്കും സാധാരണ അറിയാത്ത സംഗതിയാണ്. റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ഈസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനത്തോടനുബന്ധിച്ച് മുതിർന്ന പൗരന്മാരെ ആദരിക്കും. ആഗസ്റ്റ് 8-ന് വൈകുന്നേരം 6 മണിക്ക് ചക്രോത്തുകുളം റോട്ടറി യൂത്ത് സെന്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മക്കൾ മെയിൻ്റനൻസ് കൊടുക്കണം എന്നുള്ള നിർബന്ധമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാത്ത ധാരാളം മക്കളുണ്ട്. അവരെയൊക്കെ നിയമത്തിൽ നിന്ന് കൊണ്ടുവരികയും ഈ പ്രായമായ ആളുകൾക്ക് ജീവിത ചെലവിൽ വഴിയുണ്ടാക്കുകയും ചെയ്യാനുള്ള ബോധവൽക്കരണം കൊടുക്കുകയും ചെയ്യുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ വയോജന ദിനാചരണത്തിന്റെ ഉദ്ദേശങ്ങൾ. സ്റ്റുഡൻസ് ഒളിമ്പിക് അസോസിയേഷൻ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ മെഡൽ ജേതാക്കൾക്ക് സ്വീകരണം നൽകി. PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. പുരുഷൻ കടലുണ്ടി MLA ജേതാക്കൾക്കുള്ള ഉപഹാരങ്ങൾ സമർപ്പിച്ചു. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ സ്പോർട്സ് താരങ്ങളോട് അനുഭാവപൂർണമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിവിടെ സൂചിപ്പിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ ഉണ്ടായതുപോലെ സ്പോർട്സ് താരങ്ങൾക്ക് ജോലി നൽകുന്ന ഒരു നടപടിക്രമം മുമ്പ് ഉണ്ടായിട്ടില്ല എന്നും ഇവിടെ സൂചിപ്പിക്കേണ്ടത്. പക്ഷെ ചില നിർഭാഗ്യങ്ങൾ ഇടക്കിടക്ക് കടന്നു വരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. വേണ്ടത്ര അംഗീകാരം നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും പുറത്തേക്ക് പോകാൻ ലഭിക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ്. അത് സംബന്ധിച്ച് കോടതിയിൽ വരെ പോകേണ്ടി വന്നു എന്നുള്ളത്, കോടതിയെ സമീപിച്ചത് പോലും അനുകൂലമായ വിധി ഉണ്ടായിട്ട് പോലും നിർഭാഗ്യവശാൽ മുന്നോട്ട് ലഭിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് സന്തോഷത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും നമ്മുടെ കേരളത്തിലെ സ്പോർട്സ് കൗൺസിലുകളും അതിനോടനുബന്ധിച്ച സംവിധാനങ്ങളുമൊക്കെ വളരെ ആത്മാർത്ഥമായും വളരെ ശുഷ്കാന്തിയോടുകൂടി ഈ കാര്യത്തിലൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. പൊള്ളലിനെ അതിജീവിച്ചവരെ പ്ലാസ്റ്റിക് സർജറിയിലൂടെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. IMA, ബേൺസ് സർവൈവേഴ്സ് മിഷൻ സേവിയർ, കേരള പ്ലാസ്റ്റിക് സർജറി എന്നിവരുടെ കീഴിലാണ് പൊള്ളലിൽ നിന്ന് അതിജീവിച്ച നിഹാരി മണ്ഡലിയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് നടത്തിയത്. ആദ്യ ദിനം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 20 പേർക്ക് ക്യാമ്പിൽ പരിശോധന നടത്തി. ഇതിൽ തിരഞ്ഞെടുക്കുന്ന 30 പേർക്ക് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് സഹകരണ ആശുപത്രി, BMH ആശുപത്രി എന്നിവിടങ്ങളുമായി സഹകരിച്ച്
സെപ്റ്റംബറിൽ പ്ലാസ്റ്റിക് സർജറി നടത്തുകയാണ് ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നത്. ഡോക്ടർ MK മുനീർ MLA ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. IMA പ്രസിഡന്റ് ഡോക്ടർ PN അജിത, സെക്രട്ടറി ഡോക്ടർ SV രാകേഷ്, KPSA സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ TM ഷീജ രാജൻ, ഡോക്ടർ ഹാഫിസ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. MK മുനീർ MLAയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. മുസ്ലിം യൂത്ത് ലീഗ് ദിനാചരണത്തിന്റെ ഭാഗമായി മാങ്കാവ് ടൗൺ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുതിരവട്ടം മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രത്തിൽ ശുചീകരണ പ്രവർത്തികൾ നടത്തി. ഡോക്ടർ MK മുനീർ MLA പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. P സക്കീർ ഹുസൈൻ, അനീസ് റഹ്മാൻ, സജീർ യു, മൊയ്തീൻ ബാബു MP, ഹംസക്കോയ, ബാവ KT, സഫീർ, സലാം, മനാഫ് കൊമ്മേരി, MA സത്താർ എന്നിവർ നേതൃത്വം നൽകി. ഇതോടൊപ്പം രോഗികൾക്ക് ഭക്ഷണവും വിതരണം ചെയ്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മിഠായി തെരുവ് നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. കളക്ടർ UV ജോസ് സ്ഥലം സന്ദർശിച്ചു. യാത്രക്കാർക്ക് ആശ്വാസം. മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിന് ഫറോക്കിൽ സ്ഥിരമായി സ്റ്റോപ്പ് അനുവദിച്ചു. GSTയുടെ മറവിൽ ലോട്ടറി വിൽപ്പനക്കാരുടെ കമ്മീഷൻ വെട്ടിക്കുറച്ചു. ഏജന്റുമാരും ചില്ലറ വിൽപ്പനക്കാരും പ്രക്ഷോഭത്തിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.